ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വ്രതാനുഷ്ഠിക്കുന്ന സമയത്ത് ഇത്തരം സംസാരങ്ങളൊന്നും പാടില്ല. അതറിയില്ലേ നവീന്? അതൊക്കെ ശരിയാ. പക്ഷെ എന്റെ മനസ്സിൽ തോന്നുന്നൊക്കെ ഞാൻ വേറെ ആരുടെ പറയാ. എന്റെ ജീവിതത്തില് സ്നേഹത്തിന് അത്ര വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സ്നേഹത്തിന്റെ വില ഞാൻ തിരിച്ചറിഞ്ഞു. അതിന്റെ വേദനയും അതിന്റെ സന്തോഷമൊക്കെ എനിക്കിപ്പോ നന്നായിട്ട് അറിയാല്ല. കഥ താൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പക്ഷേ താൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, താൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന രീതിയുണ്ടല്ലോ, അതൊക്കെ ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യാണ്. കഥ സത്യത്തിൽ ഞാനിപ്പോ വേറൊരു ലോകത്തിലാ. താൻ എന്റെ ചുറ്റും സൃഷ്ടിച്ച സ്നേഹത്തിന്റെ ലോകത്ത്. ഇനി ഒരു നിമിഷം പോലും തന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കിനി പറ്റില്ല. ഈ വ്രതം ഒന്ന് കഴിഞ്ഞോട്ടെ. തനിക്ക് വേണ്ടി ഞാൻ കെട്ടിയുണ്ടാക്കിയ സ്നേഹത്തിന്റെ ലോകം എന്റെ മനസ്സിലുണ്ട്. ഞാനത് തനിക്ക് കാണിച്ചു തരാം. നവീൻ, ഏത് വേഷം കെട്ടലിന്റെ പേരിലായാലും സത്യത്തിൽ ഞാൻ നവീനെ വഞ്ചിക്കുക. എന്നോട് പൊറുക്കണം. എന്താടോ നോക്കി നിൽക്കുന്ന? എങ്ങോട്ട് വാടോ? വാ ഇങ്ങോട്ട്. അവളുടെ മുറി ഞാൻ കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ? ആളെ കാണിച്ചാൽ മറ്റും പോതുവമ്മ, ബാക്കിയെല്ലാം ഞാനേ പണില്ല. എന്നാ നടക്ക്, വാ. അയ്യോ, എന്ത് കാണാൻ നിക്കടൂ? നടക്ക്. അങ്ങോട്ട്. ആരോ രണ്ടുപേരും ഇവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയല്ലോ. ആരുടെ ഈ നേരത്ത്? ഇവിടെയാണോ കണ്ട്? ചിലപ്പോ നള്ളി കണ്ടിട്ട് എനിക്ക് തോന്നിയായിരിക്കും. നടക്ക്. ഒന്നിറങ്ങി നടക്കൂ. അതാണ് അവളുടെ മുറി.
ഗോപാല, കളരിക്കലെ ശാപത്തിന്റെ കഥ ഒന്നുമല്ലെന്ന് നമുക്കിപ്പോ മനസ്സിലായി. പക്ഷേ എന്നാലും മനസ്സിന്റെ ഉള്ളില് ഒരു പേടി തട്ടിയിട്ടുണ്ട്. ഗോപാലിന് ഈ കാശും കൊണ്ട് ഒന്ന് മണ്ണാർശാലയിൽ പോയി ഒരു ആയില്യപൂജ നടത്തണം. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ തന്നെ നാഗദേവതകൾ അവളെ കാത്തോളും. ദാ, ഇത് പിടിക്കാം. തങ്കം പേടിക്കണ്ട, ആയില്യ പൂജ കൃത്യമായിട്ട് തന്നെ നമുക്ക് നടത്താം. എടോ, പാമ്പ് അവളെ കൊന്നു കാണൂ. തെരില്ലമ്മ, ഞാൻ പാക്കട്ടും. പോ. എന്താടോ, കുത്തിയില്ലേ അവളെ? എന്നിട്ട് പാമ്പങ്ങെ കാണില്ലേ? താനല്ലേ പറഞ്ഞു ഉഗ്രവിഷമുള്ളതാണ്, കൊത്തുകൊണ്ട് അപ്പ ചാവുന്നൊക്കെ. എന്നിട്ട് ഗാഥ എനക്ക് എന്നോട് പാമ്പിനെ കിടച്ചാണോ മാഡം? താൻ എന്തിനാടോ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച? അവക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പോങ്ക മാഡം, എനക്ക് എന്നോട് പാമ്പിനെ കിടച്ചാവണം.